ഹലോ, ഞാൻ കായംകുളത്ത് വിളിക്കാം. ഞാൻ മോൻ്റെ ജാമ്യം കേട്ട് സന്തോഷിച്ച് കരയുമായിരുന്നു. രാവിലെ തൊട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമസ്കാരം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണ്ട എന്ന് പറയില്ല. കുറ്റം ചെയ്താൽ ശിക്ഷ വേണം. പക്ഷെ കുറ്റത്തിനുള്ള ശിക്ഷയെ പാടുള്ളൂ. കുറ്റം തെളിഞ്ഞാലേ ശിക്ഷിക്കാനും പാടുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ സ്ഥിതി അതല്ല. കേരളത്തിൽ ഒരു ആഭ്യന്തരം വന്നതിന് ശേഷം CPM ഇവിടെ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ 10 വർഷം കൊണ്ട് എടുത്തു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പോയി. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, തങ്ങൾക്ക് പ്രതിയോഗികളെ നിൽക്കുന്നവരെ, തങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടവരെ മുഴുവൻ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ, എന്തൊക്കെ ദുരിതത്തിൽ അവരെ പെടുത്താൻ പറ്റുമോ, അവരുടെ കുടുംബം എങ്ങനെ തകർക്കാമോ, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമോ, അവരെയൊക്കെ എങ്ങനെ അപമാനിക്കാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര പണിയല്ല എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു വിഭാഗമുണ്ട്. പോലീസുകാരാണെന്നാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. ആ പോലീസുകാർ അതിന് തയ്യാറുമാണ്. പക്ഷെ അവരുടെ കർമ്മം ചെയ്യാൻ സമ്മതിക്കാതെ തങ്ങളുടെ പിണിയാളുകളായി വിടുവേല ചെയ്യിക്കുന്ന ഒരു ഭരണകൂടം, തങ്ങൾക്ക് ആരോടൊക്കെ പ്രതികാരം ചെയ്യണമോ അവരെയൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗുണ്ടാസംഘമായി ഈ സംവിധാനത്തെ ഉപയോഗിക്കുമ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് സെഷൻ കോടതി ജാമ്യം അനുവദിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു ചെറിയൊരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഞാൻ കായംകുളത്ത് വിളിക്കാം. ഞാൻ മോൻ്റെ ജാമ്യം കേട്ട് സന്തോഷിച്ച് കരയുമായിരുന്നു. രാവിലെ തൊട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജാമ്യം കിട്ടിയല്ലോ, ഇന്ന് പുറത്തിറങ്ങുമല്ലോ. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ആരോടെങ്കിലും പറയണമല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ പറയാം. എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിലും അവരെ തൊട്ട് കരച്ചില്ല അത് എടുത്തേക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് ജാമ്യം കൊടുത്തന്നെ നിങ്ങളെല്ലാവരും പ്രയത്നിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. നന്ദി. രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാൻ വേണ്ടി ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഒന്നായി ശ്രമിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വഴിയെ പറയാം, ചിലതൊക്കെ അറിയുകയും ചെയ്യാം. അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി എന്ത് വഴിവിട്ട മാർഗങ്ങൾ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി ഏത് നിയമത്തെയും എങ്ങനെയും വളച്ചൊടിക്കുമ്പോൾ, അതിനുവേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, സകല ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ, അതേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥനകളുമായി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം ഈ നാട്ടിലുണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ എന്നെ പോലെയുള്ളവരിലേക്ക് വിളിച്ച് അവരുടെ സന്തോഷം അവർ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവർ എത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള വാർത്തകളും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള പ്രാർത്ഥനകളുമായി കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. തെറ്റ് ചെയ്യാത്തൊരാരുമില്ല. ഈ വാർത്തകൾ കേൾക്കുന്ന പുണ്യാളന്മാരും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഇരുചവി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ ചെന്ന് വീഴാത്ത ആൾക്കാരൊന്നും അല്ല ഇവിടെയുള്ള ഏത് പുണ്യാളച്ചന്മാരും. സുരക്ഷിതമാണ് എന്ന് കരുതി അവളുമാരുടെ അല്ലെങ്കിൽ അവന്മാരുടെ വാക്കിൽ വിശ്വസിക്കുന്ന അവളുമാരും അവന്മാരും ഈ നാട്ടിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കുറ്റകൃത്യം എന്ന് പറയാൻ ഒക്കില്ല. അത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവസരമാണ്. അത്തരം അവസരങ്ങളെ പിന്നീട് തങ്ങളുടെ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് ഇവിടെ കണ്ടുവരുന്നത്. അതായത് പിന്നാലെ ഒരുത്തനെ കുത്തി അവനെ ഇളക്കി അവസാനം അവൾ വിവാഹിതയാണ് എന്ന് മനസ്സിലായപ്പോൾ അവൻ പിന്മാറി. അതിനുശേഷം അവന്റെ പിന്നാലെ പോയി ഉണ്ടാക്കുന്ന ഈ കേസുകൾ, ഇത്തരത്തിലുള്ള കേസുകൾ എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ മാമുണ്ടെന്നവർക്ക് മനസ്സിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമ സമൂഹം മറ്റെല്ലാവരും വലിയ വാർത്ത ചെയ്തു. രാഹുൽ തിരിച്ചടി എന്തൊക്കെയോ കുറെ അടികളെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോ എന്റെ ആ ഒരു ഉശിര് കാണാനില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനിടയായ കോടതി സാഹചര്യങ്ങൾ വല്ലതും ഇവർ അറിഞ്ഞിട്ടുണ്ടോ? എത്ര പേരത് റിപ്പോർട്ട് ചെയ്തു? എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിയിടാൻ വേണ്ടി കോടതിയിൽ വാദിച്ചത്? രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. വെറും കുറ്റവാളിയാണോ? അല്ല. രാഹുൽ ഒരു സ്ഥിരം ബലാത്സംഗ കുറ്റവാളിയാണ്. നിരന്തരം പെണ്ണുങ്ങളെ വഴിപഴയ്ക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെന്ന് കൂട്ടാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു വാദം. എന്നാൽ കോടതി അതൊക്കെ എടുത്ത് തോട്ടിലിട്ടില്ലേ? എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ അവിടെ വാദിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദമാണല്ലോ വാദിക്കുന്നത്. പരാതിക്കാരി അവിടെ ചതിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയോ മറ്റു നിയമവ്യവസ്ഥയോ ഒന്നുമല്ല, സ്വന്തം ഭർത്താവിനെയാണ്. ഭർത്താവിരിക്കെ തന്നെ വിവാഹം കഴിക്കാൻ മറ്റൊരാളെ തേടിപ്പോകുന്ന, അല്ലെങ്കിൽ തന്റെ കാര്യസാധ്യക്ക് വേണ്ടി മറ്റൊരാളെ തേടിപ്പോകുന്നവളെ എന്താണ് വിളിക്കേണ്ടത്? എന്നാൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആ വഴിക്ക് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവരങ്ങനെയൊന്നും പറയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അടിക്കാൻ, അതായത് ജനപ്രതിനിധി ആയതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് ആരാന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത്രയധികം കേസുകളുണ്ട്. ഒന്നാമത്തെ പരാതിക്കാരി പറഞ്ഞു എന്ന് കേട്ടു. ഇതിനു മുമ്പ് ഹൈക്കോടതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പരാതികളുടെ ഒരു കൂമ്പാരം ഇനി വരാൻ കിടക്കുന്നു എന്ന്. ഈ കേസിൽ ഒരുപക്ഷെ ജാമ്യം കൊടുത്താലും വെറുതെ വിട്ടാലും ഒക്കെ ഇനിയും പരാതികൾ വരാൻ കിടക്കുന്നു എന്ന്. അപ്പൊ അതിനൊരു തുടക്കം മാത്രമേ ഉള്ളൂ. അതിനുശേഷം 2 പരാതികൾ വന്ന് നമ്മൾ കണ്ടു. ഇനിയും പരാതികൾ ഉണ്ടെന്ന്, ഒരു പോക്സോ കേസ് കൂടിയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്.
പോക്സോ കേസുകൾക്ക് അതിജീവിത വേണ്ടേ, അല്ലെങ്കിൽ അതിനുള്ള ഇര വേണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ അതൊന്നും വെച്ചിട്ടല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരെങ്കിലും ചണ്ടയിട്ട് പിടിച്ചിട്ട് അവര് എപ്പോഴും കാണാമറയത്താണല്ലോ. ഒരു ഇമെയിൽ തന്നെ മതിയല്ലോ. ഇവിടെ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഒരു വെറും ഇമെയിൽ, അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇവിടെ കാനഡയിൽ നിന്നുകൊണ്ട് ഒരു ഇമെയിൽ വന്നപ്പോ ആ ഇമെയിലിൽ ഇവിടെയുള്ള ജനപ്രതിനിധിയെ സകല ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് നട്ടപ്പാതിലേക്ക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ജയിലിൽ അടച്ചു എന്നുണ്ടെങ്കിൽ അതുപോലൊരു ഇമെയിൽ മതിയല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ പേരിൽ ഒരു ഇമെയിൽ വന്നാൽ മതിയല്ലോ. പോക്സോ കേസാവും, അത് കാലാകാലം ജയിലിൽ കിടക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയെടുത്തോളും. അത് തന്നെയാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സത്യമേത്, ധർമ്മമേത്, നീതിയേത്, അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ലല്ലോ. പരാതിക്കാരുടെ മൊഴിയില്ല, പരാതിക്കാരി ഒന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, മെഡിക്കൽ പരിശോധനയില്ല, യാതൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം കോടതി അപ്പാടെ അംഗീകരിക്കുന്നതാണ് കാണുന്നത്. കാരണം അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണ്, നമ്മളൊക്കെ കണ്ടതാണ്. ഈ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ചില രീതികളുണ്ട്. അല്ലെങ്കിൽ ഒരു പൗരനാണ്, ആ പൗരനെ ഏതൊരു കേസിലും അറസ്റ്റ് ചെയ്യേണ്ട ചില രീതികളുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. പൂർണ്ണമായും ഒരു തട്ടിക്കൊണ്ടുപോകലാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് ശാസ്താമംഗലം അജിത് കുമാറിന് വളരെ കൃത്യമായി രാഹുലിന്റെ ഭാഗം അവിടെ കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞതും കോടതിക്ക് അത് മനസ്സിലായത്. ഇവിടെ പോലീസും സർക്കാരും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന് കോടതിക്ക് മനസ്സിലായെന്ന് വേണം നമുക്ക് മനസ്സിലാകാൻ. കാര്യം അത് തന്നെയാണല്ലോ ഇവിടെ നടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആദ്യത്തെ 2 കേസുകളുടെ കഥ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ആദ്യം ഒരു കേസ് വന്നു, ആ കേസിൽ ജാമ്യം കിട്ടും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടുത്ത കേസ് വന്നു. ആ കേസിലും ഒരുപക്ഷെ ജാമ്യം കിട്ടുമെന്ന് കാണുമ്പോൾ ജാമ്യം കിട്ടാതിരിക്കാൻ അടുത്ത കേസ് വരുന്നു. ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരാളെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, അല്ലാതെ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന, ഇരകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതല്ലെങ്കിൽ ഇരയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമായി ഇതിനെ കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയെ ഇത്തരത്തിൽ യാതൊരു ചട്ടവും പാലിക്കാതെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ജയിലിൽ അടച്ചത് ശരിയായില്ല എന്നുള്ള ഒരു നിലപാട്, പ്രതിഭാഗത്തിന്റെ നിലപാട് കോടതി അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. ഇനി ആദ്യത്തെ പരാതിക്കാരി കോടതിയിൽ പറഞ്ഞതുപോലെ ഇയാൾ ഇതിൽ നിന്ന് ഇനി ഊരിപ്പോയാൽ, അഥവാ ഊരി പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പരാതികളുടെ ഒരു കൂമ്പാരം പിന്നാലെ വരുന്നുണ്ട് എന്നൊരു ഭീഷണി അന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിലെത്തുമോ എന്നാണ്. ഇനി വീട്ടിലെത്താതെ ഇനി പാതി വഴിക്കുന്ന തന്നെ പിടിച്ചുകൊണ്ട് അടുത്ത കേസിൽ കൊണ്ടുപോകുമെന്നാണ് ചിന്തിക്കേണ്ടത്. കാര്യം അത് പ്രതീക്ഷിക്കണം. സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഒരു FIR വന്നു കഴിഞ്ഞാൽ അത് അറിയാറുണ്ട്, മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വന്ന് എടുക്കാറുണ്ട്, അതിന്റെ മറ്റു പ്രതിരോധ കാര്യങ്ങളെല്ലാം നടത്താൻ ഒരു സാവകാശം കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു MLA ആയിരുന്നിട്ട് കൂടി, ഒരു ജനപ്രതിനിധി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് അത്തരത്തിലുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം വരെ FIR അപ്പോഴും ഇട്ടിട്ടുണ്ട്. അതായത് തലേ ദിവസം ഇതേ പോലീസിന്റെ സംരക്ഷണയിൽ, ഇതേ പോലീസിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലല്ലോ അന്ന് രാത്രി ഇവർ തന്നെ വന്ന് പൊക്കാൻ പോവുകയാണെന്നുള്ളത്. ആ പകലുണ്ടായിരുന്നിട്ട് FIR കുറച്ച് ദിവസം പെട്ടു എന്നാണ് പറയണേ. ആ FIR-ൽ ഇത് കൊണ്ട് നടന്നിട്ട് അർദ്ധരാത്രിയിൽ ആളൊഴിഞ്ഞ നേരത്ത് 12-12:30 മണി സമയത്ത് വന്ന് തട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം എന്താണ് ഇവിടെ എന്ന് ജനം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയാൻ ഇവിടുത്തെ ഭരണകൂടം വേണ്ടേ? ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടുത്തെ CPM-ന് പേടിയാണ്. പ്രതിപക്ഷത്തെക്കാളും മറ്റാരേക്കാളും രാഹുൽ മാങ്കൂട്ടം പുറത്തു നിൽക്കുന്നത് പേടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറങ്ങി നടക്കാൻ ഇവർ അനുവദിക്കുമെന്ന് കരുതേണ്ടതില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും ഒരു കേസ് ഒരുപക്ഷെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഫ്രെയിം ചെയ്ത കേസ് ഉപയോഗിച്ച് ഇന്ന് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ഇവർ മടിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നീതിയല്ല, നിയമമല്ല, മറ്റൊന്നുമല്ല. കോടതി വെറുതെ വിട്ടോട്ടെ, കേസ് പറഞ്ഞ് വിധിച്ചോട്ടെ, കാര്യം ശരി. ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരു അപകടമുണ്ട്, ഒരു അപജയമുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം. അതായത് 10-14 ദിവസം എന്തായാലും അവൻ അകത്തിടാം. അങ്ങനെ ഓരോരോ കേസുകളിലായി 14 ദിവസം ഇങ്ങനെ അകത്തിട്ട് കഴിഞ്ഞാൽ രാഹുലിന്റെ ശല്യം മുഴുവനായി ഇല്ലാതാക്കാം. അതിനുള്ള ശ്രമമാണ് ഈ കേസുകളും ഈ വഴക്കുകളും ഈ ജയിൽവാസം എന്ന് ഏത് പൊട്ടക്കണ്ണനും അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലുള്ള കേസുകൾ വരാൻ സാധ്യത കൂടുതലാണ്, ഒട്ടും കുറവല്ല. Different angles. Don't forget to subscribe and support this channel.